നമസ്കാരം. ഹോർമോസ് കടലിടുക്കിൽ പൊട്ടിയ വെടി നമ്മുടെ കപ്പലിന് നേർക്കായിരുന്നു. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സാധാരണഗതിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മുണ്ട്രയിലോട്ട് വരുന്ന ഒരു കപ്പൽ പിന്നീട് വരുന്നത് TRVയിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ TRVയിലോട്ട് വരേണ്ട ഒരു കപ്പലിന് ഹോർമോസിൽ വെച്ച് വെടിയേറ്റു. ഈ കണ്ടെയ്നർ ഷിപ്പ് ഇപ്പമി നോൺ ദാസ്, എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല, ഇപ്പമി നോൺ ദാസ് ഹാസ് ബീൻ ഫയർഡ് അപ്പോൺ വിത്തൌട്ട് വാർണിംഗ് ബൈ ആൻ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ഗൺബോട്ട് വിത്തൌട്ട് വാർണിംഗ്. യാതൊരു പ്രകോപനവുമില്ലാതെ മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ ജബലാലി പോർട്ടിൽ നിന്ന് മുണ്ട്രയിലോട്ട് കുറെ ദിവസങ്ങളായിട്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു 48 ദിവസം അവിടെ ഉണ്ടായിരുന്നു, ഗൾഫിനകത്തുണ്ടായിരുന്നു. പുറത്തോട്ട് വരാൻ പെർമിഷൻ കിട്ടിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ടും വെടിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. The master of a container ship reported that the vessel was approached by one IRGC, Iran Revolutionary Guardന്റെ പേരാണ് IRGC, gunboat, no VHF challenge, that then fired upon the vessel, which was caused heavy damage to the bridge. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈ ക്യാപ്റ്റനും അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയറും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇരുന്ന് കപ്പലിന്റെ എല്ലാ ഭാഗവും കാണാൻ പറ്റുന്ന തരത്തിലുള്ള അവരുടെ ഓഫീസ് എന്ന് പറയാം. അതിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആ ബ്രിഡ്ജിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം മാരകമായി തകർന്നു എന്നാണ് വെടിവയ്പിൽ. അപ്പോൾ ഇത് ഗുരുതരമായ ആക്രമണമാണ്. ഭാഗ്യത്തിന് കലാമിറ്റി, ജീവനാശം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ വെസൽ, ഇറ്റ് ഈസ് ലൈക്ലി ടു ബി ദ ലൈബീരിയ ഫ്ലാഗ്ഡ് എപ്പമി നോൺ ദാസ്, ഓൺഡ് ബൈ ടെക്നോമാർ ഷിപ്പിംഗ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ MSC. MSC ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പലാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ഊഹിക്കുന്നത്. ഊഹം മാത്രമാണ്. നമ്മുടെ MP, ബഹുമാനപ്പെട്ട MP പറയുന്നത് പോലെ അങ്ങ് തീർത്തു പറയുന്നില്ല. സാധ്യതകളുണ്ട്. സാധ്യതകൾ ഇനി നമുക്ക് നോക്കാം. ടെക്നോമാർ ഷിപ്പിംഗ് ആണ് കപ്പലിന്റെ ഉടമസ്ഥൻ. ഗ്രീസിലെ കമ്പനിയാണ് ടെക്നോമാർ ഷിപ്പിംഗ്. ജബലാലിയിൽ 4/3/26 മുതൽ, അവിടെ നിന്നാണ് ആ ഡേറ്റ് പറയുന്നത്, യാത്ര തുടങ്ങുന്നതിന്. കാരണം പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളവർ ആ ഡേറ്റ് മാറ്റിയിട്ടില്ല. 4/3/26 മുണ്ട്രയിലോട്ട് ഇന്നലെ എത്തേണ്ടായിരുന്നു. 22/4/26 എത്തണമായിരുന്നു. ഏകദേശം 48 ദിവസം ഹോർമോസിനകത്തായിപ്പോയി. ഈ പറയുന്ന കമ്പനി, കപ്പലിന്റെ ഉടമസ്ഥൻ ടെക്നോമാർ ഷിപ്പിംഗ്, അവർക്ക് 100ഓളം കപ്പലുകളുണ്ട്. ഏകദേശം 90ഓളം കപ്പലുകൾ കണ്ടെയ്നർ വെസലുകളാണ്. ഇവിടെ വരാൻ കാരണമുണ്ടെന്ന് പറയാൻ കാരണം MSC റോമ അവരുടെ കപ്പലാണ്, ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന കപ്പലുകളുടെ ഏകദേശം പേരുകൾ പറയാം. MSC റോമ, GSL സോഫിയ, MSC ടിയാൻജിൻ, GSL നിങ്ബോ പലതവണ വന്നിട്ടുണ്ട്. GSL നിങ്ബോ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. എഗിയോസ് ദിമിത്രിയോസ് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. സോയി വന്നിട്ടുണ്ട്. കുമാസി നിരവധി തവണ വന്നിട്ടുണ്ട്. കുമാസി ഏറ്റവും ഒടുവിൽ വന്നത് 6 ഏപ്രിൽ മഡഗാസ്കറിലെ തോമസീനയിൽ നിന്നാണ് കുമാസി വന്നത്. കുമാസി ഒരു ഫീഡർ വെസലാണ്. അപ്പോൾ ഈ ഉടമസ്ഥരുടെ കീഴിലുള്ള ഇത്രയും കപ്പലുകൾ വന്നതുകൊണ്ട് തന്നെ മുണ്ട്ര കഴിഞ്ഞാൽ ഈ പറയുന്ന എപ്പമി നന്ദാസ് എന്ന് പറയുന്ന കപ്പലും നമ്മുടെ പോർട്ടിലോട്ട് വരേണ്ടതായിരുന്നു. എന്തായാലും MSCയുടെ ഷെഡ്യൂൾ അത് മാറ്റിയിരിക്കുന്നു. ഈ പറയുന്ന കപ്പലിന്റെ പേരടിക്കുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. എന്താണ് കാരണമെന്നറിയില്ല. എന്തായാലും ഈ 100 കപ്പലുകൾ അടങ്ങുന്ന കപ്പൽ ഉടമസ്ഥരാണ് MSCക്ക് ഈ കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MSC എന്ന് പറയുന്നത് 1000 കപ്പലുകൾ കവിഞ്ഞു. അവരുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പലുകൾ 1000. അതിനകത്ത് 750ഓളം MSCയുടെ നേരിട്ടുള്ള ഉടമസ്ഥതയിലും 250 എണ്ണം ഇതുപോലെ ചാർട്ടർ ചെയ്തിരിക്കുന്ന കപ്പലുകളുമാണ്. അപ്പൊ അതുകൊണ്ട് ചാർട്ടർ ചെയ്യപ്പെട്ട ഈ കപ്പൽ മിക്കവാറും ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വരാൻ സാധ്യതയുള്ള കപ്പലാണ്. കാരണം ടെക്നോമാറിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. അപ്പോൾ നമ്മുടെ തുറമുഖത്തോട്ട് വരേണ്ട ഒരു കപ്പലിന് വെടിയേറ്റു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
ഇനി നമുക്ക് ഇന്നലത്തെ തുടർക്കഥ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. വൺ എന്ന് പറയുന്ന ജാപ്പനീസ് കമ്പനി, അവരോടും അന്വേഷിച്ചിരുന്നു എന്തെങ്കിലും 100 കപ്പലുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കപ്പലുകൾ എങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോ. ഇപ്പൊ ടെക്നോമാറിന് 100 കപ്പലുകളുണ്ട്. അതുപോലെ നമ്മുടെ MPയുടെ 100 കപ്പലുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ വണ്ണിന്റെ കപ്പൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് സോഴ്സ് ഇസ് ഓൾ ഫ്രം മീഡിയ. നിങ്ങൾ പറയുന്ന എല്ലാം മീഡിയയിൽ നിന്നുള്ളതാണ്, അല്ലാതെ യാഥാർത്ഥ്യമായിട്ടും കറക്റ്റ് അദ്ദേഹം ചോദിക്കുകയാണ്. ദിസ് ഇസ് എ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ഇത് ചോദിച്ചു, ഇതൊന്ന് കൺഫേം ചെയ്ത് തരണോ എന്ന് പറഞ്ഞിട്ട്. As I informed you earlier, there is no such fact that I am aware of. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, ഇന്ത്യയിൽ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. വണ്ണിന്റെ കാര്യത്തിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അവസാന വാക്ക് പറയാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹം പറയാണ് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടതാണ്, മേഴ്സ്കിന് അറിയില്ല, എവർഗ്രീൻ അറിയില്ല, ഇപ്പൊ വണ്ണിന് അറിയില്ല. ഇനി ഏത് കപ്പൽ കമ്പനികളാണ് ഇവിടെ വരാൻ തീരുമാനിച്ചതെന്ന് തരൂർ എന്ന് പറയുന്ന അഖില ലോക മാന്യന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. പണ്ട് സേലിംഗമറ്റ് പറഞ്ഞിട്ടുള്ള നീല രക്തം ഓടുന്നവർക്ക് മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഓടുന്ന നീല രക്തമാകും. അതുകൊണ്ടായിരിക്കും ഇവിടെ നിരന്ന് കിടക്കുന്ന 100 കപ്പലുകൾ നമുക്ക് കാണാൻ പറ്റാത്തത്. ശ്രീ ശശി തരൂരിന് ഇതൊന്നും വായിച്ചിട്ട് നാണക്കേട് തോന്നുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ജയിച്ചാലും തോറ്റാലും വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ MP ആണ്. അങ്ങനെ ഒരാളെക്കുറിച്ച് NDTVയുടെ വെബ്സൈറ്റിൽ തന്നെ, ആ പേജിൽ തന്നെ വായിക്കേണ്ടി വരുന്ന കാര്യം വായിച്ചപ്പോൾ വളരെ വിഷമം തോന്നുന്നു. വാട്ട് ശശി തരൂർ ഈസ് ടെല്ലിംഗ് ഇസ് എ ലൈ. എവറി മന്ത് 60 ships are coming. He is MP of Trivandrum for past 15-17 years. Nothing is changed. He is a liar. ഒരു MPയെ കുറിച്ച് സാധാരണക്കാർ പറയുന്ന വിലയിരുത്തുന്ന വാക്കുകളാണ്. അപ്പൊ റോയ് പറയാണ്, നേരത്തെ എഴുതിയ ദിനേശാണ് ഇത്. റോയ് പറയുന്നത് നോട്ട് ഓൺലി തരൂർ ഇസ് എ ലയർ ബട്ട് ഹി സീംസ് ടു ബി സിംപ്ലി ഫാർട്ടിംഗ്. ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ഫാർട്ടിംഗ് ത്രൂ ഹിസ് മൗത്ത്. ഹീസ് എ ക്ലൗൺ. കഷ്ടമാണ്. ഞങ്ങളുടെ MPയെ കുറിച്ച് ലയർ എന്നും ക്ലൗൺ എന്നും ഒക്കെ നാട്ടുകാർ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശശി തരൂർ, യു ടോൾഡ് ഇൻ ദ ഇന്റർവ്യൂ ദാറ്റ് 100 ships are waiting. Can you please mention the name of at least one ship? ഇവിടെ വരാമെന്ന് പറഞ്ഞ് കാത്തുകിടക്കുന്ന 100 കപ്പലുകളിൽ ഒരു കപ്പലുകളുടെ പേരെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? വേറൊരാൾ എഴുതിയിരിക്കുന്നത്, ഇത് 3 വന്നിരിക്കുന്നത് NDTVയുടെ പേജിലാണെങ്കിൽ ഒരെണ്ണം സേലിംഗമറ്റിന്റെ പേജിൽ വന്നത് ശ്രീ അനിൽകുമാർ, ലോകത്തിലെ നിഷ്ക്രിയനായ ജനപ്രതിനിധിക്ക് ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ എതിരില്ലാതെ വിശ്വപൗരനെ തെരഞ്ഞെടുക്കും. 100% ശരിയാണ്. അദ്ദേഹം കണ്ട 100 കപ്പലുകൾ പോലെ ഈ അഭിപ്രായം. ഇത്രയും നിഷ്ക്രിയനായ ഒരു MP, കേരളത്തിലുള്ള 20 MPമാരിൽ ഏറ്റവും നിഷ്ക്രിയൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയധികം പ്രതീക്ഷകളാണ് ഈ മനുഷ്യൻ 10-18 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തുകാർക്ക് നൽകിയത്. അതിന്റെ 10,000-ലൊരംശം, ലക്ഷത്തിലൊരംശം പോലും അദ്ദേഹത്തിന് നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് നിങ്ങൾ തുടരണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.